ഇപ്പോൾ ബീഫാണല്ലോ പ്രശ്നം. കേരള സ്റ്റോറി 2 എന്തൊരു കഷ്ടമാണ്. എന്തിനാണ് ഇങ്ങനെ നമ്മളെ മലയാളികളെ തരം താഴ്ത്തുന്നത്? ആർക്കും വേണ്ടിയാണിത്. ബീഫ് നമ്മൾ കേരളീയസ് ആരും നിർബന്ധിക്കില്ല. എൻ്റെ വീട്ടിൽ തന്നെ ബീഫ് കൂട്ടുന്നവരുണ്ട്, കൂട്ടാത്തവരുണ്ട്. ആട് കഴിക്കുന്നവരുണ്ട്, ആട് കഴിക്കാത്തവരുണ്ട്. മീൻ കൂട്ടുന്നവരുണ്ട്, മീൻ കഴിക്കാത്തവരുണ്ട്. ആരും നിർബന്ധിക്കില്ല. അതാണ് നമ്മൾ എന്ത് കഴിക്കുന്നത് അത് നമ്മൾ തീരുമാനിക്കുക. കഴിക്കുന്നില്ലേ കഴിക്കണ്ട. ആരെങ്കിലും ബീഫ് കഴിക്കാൻ നിർബന്ധിക്കണ്ടോ? ആരെയും പോർക്ക് കഴിക്കാൻ നിർബന്ധിക്കണ്ടോ? ഒരു ചിക്കൻ കഴിക്കാൻ ഒന്നുമില്ല. അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടത്തിന് കഴിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ബീഫ് കേരളീയസ് ഒരുപാട് ബീഫും പൊറോട്ട കഴിക്കുന്നതാ. അന്ന് കഴിച്ചിട്ട് ബീഫ് മറ്റുള്ളവർ കഴിക്കില്ല വെച്ചിട്ടാണ് വായൽ കുന്തിത്തല്ല. ഇറ്റ് ഈസ് വെരി ബാഡ് റിയലി. ഇതൊന്നും ഇവിടെ നടക്കാത്ത കാര്യമാണ്. വെറുതെ ഇങ്ങോട്ട് എന്താ പറയുക, നമ്മളെ തരം താഴ്ത്തുള്ള ഏക മാർഗം അതും സിനിമാക്കി ഇറക്കുക. ഇതൊരു കഷ്ടമാണ്. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ ഒരു സുഹൃത്ത് ദുബായിലായിരുന്നു. അവരെ ശുദ്ധ ബ്രാഹ്മൺ ഫാമിലി. അവർ മുട്ട പോലും കഴിക്കില്ല. അങ്ങനത്തെ അവർ 2 കുട്ടികളും നല്ലോണം ചിക്കൻ കഴിക്കും. കാരണം അവർ സ്കൂളിൽ പോകുമ്പോൾ ഇവർ കഴിക്കുന്ന ഭക്ഷണം അവിടുത്തെ കുട്ടികൾ കൊണ്ടുവന്ന ഭക്ഷണം വേറെ കുട്ടികൾ കൊണ്ടുവന്ന ഭക്ഷണം തമ്മിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഈ ചിക്കൻ കഴിച്ചതിൻ്റെ ടേസ്റ്റ് കണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ചിക്കൻ കഴിക്കും. അവർക്ക് പിന്നെ പുറത്തുനിന്ന് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതി വന്നു. ബ്രോസ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതി വന്നു. അപ്പോൾ പേരൻസ് കഴിക്കില്ല, അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. വീട്ടിൽ തറവാട്ടിൽ അറിയാൻ പറ്റില്ല, ബ്രാഹ്മൺസാണ്. ഇതാണ് നമ്മൾ ജീവിച്ചു വരുന്ന അന്തരീക്ഷമാണ് നമ്മൾ ആരാന്നാക്കി തീർക്കുന്നത്. എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. അപ്പം ഭക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, പണ്ടത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആദിവാസി സമൂഹത്തിൽ ശരിക്കും കഴിച്ചത് എന്ത് ഭക്ഷണമായിരുന്നു? കാട്ടിൽ നിന്ന് കഴിക്കുന്ന വേട്ടയാടിക്കൊണ്ടിരുന്ന മൃഗങ്ങളും അതൊക്കെ അല്ലായിരുന്നു. പറയും. അന്ന് എന്തായിരുന്നു? കൃഷിയില്ലായിരുന്നു. പിന്നെ നദീതട സംസ്കാരമൊക്കെ വന്ന് കൃഷികളൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് കൃഷിയും ഭക്ഷണമൊക്കെ വന്നത്, വെജിറ്റേറിയൻ കാര്യങ്ങൾ വന്നത്. അതുവരെ മാംസമുക്കായിരുന്നു. മാംസം മാത്രമേ കഴിച്ചിരുന്നത്, അല്ല വേറെ കിട്ടാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കേരളീയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷങ്ങൾ ഒന്നിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചുണ്ടാവും. എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യും. നമ്മൾ ഒന്നാണെന്നുള്ള ഒറ്റ മെസ്സേജാണ് കേരളീയസ് മലയാളികൾ കൊടുക്കുന്നത്. ലോകമെമ്പാടുള്ള മലയാളി അങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. അതുകൊണ്ട് വെറുതെ കുത്തിത്തെറ്റിപ്പിക്കുണ്ടാക്കാൻ നോക്കണ്ട. ഞങ്ങൾ ഒന്നാണ്. എപ്പോഴും എന്നും ഞങ്ങൾ ഒന്നേ ഒന്നാണ്. ഓക്കെ.